ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിൻ്റെ ശക്തി, യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിൽ വന്ന ശുശ്രൂഷ, ആ കൃത്യമായ യേശുവിൻ്റെ ശുശ്രൂഷയാണത്. യേശുവിൻ്റെ മിനിസ്ട്രി അനൗൺസ് ചെയ്യുകയാണ്. ഒന്ന് നസ്രത്ത് മാനിഫെസ്റ്റോ. ലോകമെമ്പാടും ഇത് മനുഷ്യനെ മാറ്റിമറിക്കുന്നതാണ്. ബലഹീനാവുന്ന എൻ്റെയും കോൺസെൻട്രേഷൻ പ്രസംഗത്തിൽ 2017 സെപ്റ്റംബർ 10 ഇന്നത്തെ CSI കൊല്ലം CSI ക്രൈസ്റ്റ് കത്തീഡ്രൽ എൻ്റെ ആപ്തവാക്യവും ഇതുതന്നെയായിരുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനുള്ള യഹോവയുടെ ആത്മാവിലുള്ള ശുശ്രൂഷ ചെയ്തു തീർക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്രകാരമുള്ളൊരു ശുശ്രൂഷ ചെയ്തു തീർക്കുവാൻ ഉള്ള വെമ്പൽ ഓടുന്ന ഓട്ടത്തിലാണ് ഇന്നും ഞാനും നിങ്ങളുമായിരിക്കേണ്ടത്. അതുകൊണ്ട് യേശു കർത്താവ് പഠിപ്പിച്ച ആ ശുശ്രൂഷയാണ് ദൈവമക്കൾക്ക് വേണ്ടി ചെയ്യുവാനുള്ള ശുശ്രൂഷ. ഈ ഭൂമിയെ മാറ്റിയെടുക്കുവാൻ, ഈ ലോകത്തെ മാറ്റിയെടുക്കുവാൻ, ഈ ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് നസ്രത്ത് മാനിഫെസ്റ്റോ നമ്മുടെ ആപ്തവാക്യമായി നീങ്ങട്ടെ. അവിടെ നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവിടെ പലയെല്ലാം ത്യജിച്ച് സഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു ലീഡർഷിപ്പിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ വളർന്നാൽ ആൽമരമായി പോവും. നമ്മൾ തന്നെ വളർന്നാൽ പ്ലാവായി പോവും. അതിൻ്റെ ചുറ്റുമൊന്നും വളരുകയില്ല. വേറെ ആരെയും വളർത്താൻ നമുക്ക് സാധിക്കുകയില്ല. പഞ്ഞിയാണെങ്കിൽ നമ്മളത് പൊട്ടി വളർന്ന് ദൂരെ പോയി നമ്മൾ വികസിക്കും, വളരും. എന്നാൽ ഒരു വാഴ വളരുന്നത് വാഴ കൊല നൽകുമ്പോൾ തന്നെ അതിന് ചുറ്റുമുള്ള വിത്തുകളും ഉണ്ടാകും. ആ വിത്തുകൾ അനേക സ്ഥലങ്ങളിൽ അനേകരായി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കും. അതാണ് ലീഡർഷിപ്പിൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോയിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മളിലൂടെ അനേകർ വളരാൻ സാധിക്കണം. നമ്മൾ മാത്രം വളർന്നാൽ നമ്മളും വളരുകയില്ല, മറ്റുള്ളവരും വളരുകയില്ല. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആ കർത്താവിൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോയുടെ ഒരു ഭാഗമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരിലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. കർത്താവെ, നസ്രത്ത് മാനിഫെസ്റ്റോ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് വ്യക്തമായി ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. അതിനനുസരിച്ച് ഞങ്ങൾ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.